culture. So we are requesting all the workers to stop this kind of activity. And also, very soon, I think in due time, we will get the final decision by our High Command, and we are waiting for that. Today itself? Today or tomorrow? In due time. How many time it will take? Due means? Due time is 23rd is the last day. So due time means due course of action should be taken on due time. No final decision has to be taken by the High Command. That is what one line resolution all the MLAs are signed and Madam, what is the restraint point in taking a decision, final decision? that we can't say. This is the final decision of our High Command. വലിയ ജനവിധി നൽകിയിട്ടും കോൺഗ്രസ് ആടിയുലയുന്നു. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ കാത്തിരുന്നവർക്ക് മുന്നിൽ പിന്നീടെന്ന് മറുപടി. എന്നിട്ട് 3 നേതാക്കളും എത്തി ഒരു ഒന്നൊന്നര പറച്ചിൽ. പ്രകടനങ്ങൾ പാടില്ലത്രേ, ഫ്ലെക്സുകൾ കീറിക്കളയണമത്രേ. കണ്ണാടിയിൽ നോക്കിയാണ് നേതാക്കൾ ഇത് പറയേണ്ടതെന്നാണ് ജനസംസാരം. എന്തായാലും വിസ്മയം തീർത്ത മുഖ്യമന്ത്രി ലഹളയ്ക്ക് അറുതിയില്ല. ഔദ്യോഗിക പ്രഖ്യാപനത്തോടെ കുരുതിക്കളമാകും കോൺഗ്രസ് എന്നതിൻ്റെ എല്ലാ സൂചനകളും വ്യക്തമാകുന്നു. ലീഗിൻ്റെ മനംമാറ്റത്തിന് പിന്നിൽ എന്ത്, ഹൈക്കമാൻഡിന് മുന്നിലെ പ്രതിസന്ധികൾ എന്തൊക്കെ, നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: എസ് കെ സജീഷ്, CPIM നേതാവ്; റജിൽ എസ് ഉണ്ണിത്താൻ, കോൺഗ്രസ് വക്താവ്; അഡ്വക്കേറ്റ് N ലാൽകുമാർ, ഇടതു നിരീക്ഷകൻ. ആദ്യം കോൺഗ്രസ് വക്താവ് ശ്രീ റജിൻ എസ് ഉണ്ണിത്താനിലേക്ക്. ശ്രീ റജിൻ, ആരാകും മുഖ്യമന്ത്രി എന്നതിനേക്കാൾ ഇപ്പോൾ എപ്പോഴാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്നതാണ് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചത്. ചർച്ചകൾ മാരത്തോൺ ചർച്ചകളാണ്. അതിനൊടുവിലും ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനായിട്ടില്ല. ഹൈക്കമാൻഡ് ഉചിതമായ സമയത്ത് പ്രഖ്യാപിക്കും. ഏതാണ് ഈ ഉചിത സമയം അത് പറയുന്നില്ല. ഇങ്ങനെ ഒരു അവ്യക്തത തുടരുന്നത് ആരോഗ്യപരമാണോ? നോക്കൂ ജിംഷാദ്, കേരളത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നത് മെയ് 4-ാം തീയതിയാണ്. അന്ന് റിസൾട്ട് വന്ന് അതിന് 2 ദിവസം കേരളത്തിലെ ജനങ്ങളോട് UDF വോട്ട് ചെയ്ത നല്ലവരായ ജനാധിപത്യ ബോധമുള്ള ആളുകളോട് നന്ദി പറയുന്ന 2 ദിവസം. തൊട്ടടുത്ത ദിവസം തന്നെ KPCC ഓഫീസിൽ UDF പാർലമെന്ററി പാർട്ടി യോഗം കൂടുകയും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കോൺഗ്രസിന്റെയും ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ആ പ്രൊസീജിയർ അനുസരിച്ച് തന്നെ KPCCയുടെ പ്രസിഡന്റ് അവിടെ പ്രമേയം അവതരിപ്പിക്കുകയാണ്. AICC പ്രസിഡന്റിനെ പാർലമെന്ററി പാർട്ടി ലീഡർ അഥവാ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനമെടുക്കുവാനുള്ള പ്രമേയം അവിടെ അവതരിപ്പിക്കുകയും പ്രതിപക്ഷ നേതാവ് അത് അംഗീകരിക്കുകയും കോൺഗ്രസിന്റെ മുഴുവൻ പാർലമെന്ററി പാർട്ടിയുടെ അംഗങ്ങളായ MLA-മാരായ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ആ പ്രമേയം അവിടെ അവതരിപ്പിച്ച് പാസ്സാക്കിയാണ്. അപ്പോൾ തന്നെയാണ് ഈ പറയുന്ന AICCയുടെ നേതാക്കന്മാരായ നിരീക്ഷകർ കേരളത്തിലെത്തിയതും അന്ന് തന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ MLA-മാരുടെ അഭിപ്രായങ്ങൾ ആരാവണം കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിലെ UDF-ന്റെ മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള അഭിപ്രായങ്ങൾ ഈ പറയുന്ന മുഴുവൻ പാർലമെന്ററി പാർട്ടി നേതാക്കന്മാരോടും അഭിപ്രായങ്ങൾ ചോദിക്കുകയും കേരളത്തിന്റെ മുഴുവൻ നേതാക്കന്മാരെ, കോൺഗ്രസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നേതാക്കന്മാരോടെല്ലാം അഭിപ്രായങ്ങൾ ചോദിക്കുകയും അതുപോലെ തന്നെ ഘടകകക്ഷികളുമായി അഭിപ്രായങ്ങൾ ചോദിക്കുകയും ചെയ്ത് അവർ AICC പ്രസിഡന്റിന് ഈ പറയുന്ന റിപ്പോർട്ട് കൊടുക്കുകയാണ്. ആ റിപ്പോർട്ടിന്റെ ഫലമായിട്ട് അവിടെ ചർച്ചകൾ പുരോഗമിക്കുകയും കേരളത്തിൽ നിന്നുമുള്ള നേതാക്കന്മാരെ അവിടേക്ക് വിളിച്ച് ആ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു കാരണത്തിലും ഒരു ആശങ്കയിലും കാരണമില്ല. കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ഒരു ആശങ്കപ്പെടുത്താത്ത രീതിയിലേക്ക് കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച UDF സംവിധാനത്തിന്റെ ഏറ്റവും കരുത്തനായ നേതാവായ ആള് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി വരും. അതിനകത്ത് യാതൊരു ആശങ്കയുമില്ല. അത് ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ പറയുന്ന വാർത്തകൾ ഉണ്ടായൊന്നും കാര്യമില്ല. കാരണം ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്കുള്ള മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി, UDF-ന്റെ മുഖ്യമന്ത്രിയായി കേരളം ഭരിക്കും. ആ ഭരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള ഗ്യാരണ്ടികൾ നടപ്പിലാക്കിക്കൊണ്ട് ഈ കേരളത്തിനെ ഒരു നല്ല കരയായി മാറ്റുവാൻ, കഴിഞ്ഞ 10 വർഷത്തെ ഭരണവിരുദ്ധത മാറ്റിയെടുക്കുവാൻ, കഴിഞ്ഞ 10 വർഷത്തെ ഇരുണ്ട കാലം മാറ്റിയെടുക്കുവാനുള്ള അത് ഇരുണ്ടതാണോ വെളുത്തതാണോ ഇനി മാറി വരുന്നത് എന്തൊക്കെയാണ് അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ 102 സീറ്റിൻ്റെ മാൻഡേറ്റ് ലഭിച്ച നിങ്ങൾക്ക് ആ വിഷയത്തിൽ നിങ്ങൾക്ക് ജനവിധി തന്ന ജനങ്ങളുണ്ടല്ലോ, അവരോട് നീതി പുലർത്തുന്നില്ല എന്നൊരു തോന്നലാണ് പൊതുവിൽ കേരളത്തിന് ഇപ്പോൾ ഉള്ളത്.
അവർ പല തരത്തിലും അത് തെരുവുകളിൽ സംസാരിക്കുന്നു, ഈ ഫ്ലക്സുകളും പ്രകടനങ്ങളും അടിയും പിന്നെ നേതാക്കന്മാർ തമ്മിലുള്ള ഈ തർക്കവും അതിനെ അനുകൂലിച്ച് ചേരിതിരിഞ്ഞുള്ള ഈ വർത്തമാനങ്ങളും പിന്നീട് ഇപ്പോഴും പ്രഖ്യാപിക്കാനാകാത്തതും ഇങ്ങനെ ഒരു കുരുതിക്കളം പോലെ തുടരുന്നത് കാണുമ്പോൾ ജനങ്ങൾ തന്നെ മുക്കിനും മൂലയിൽ നിന്ന് പറയുന്നു. ഒരു പക്ഷേ ശ്രീ ഉണ്ണിത്താൻ ജനങ്ങളുമായി വളരെ ബന്ധമുള്ള നേതാവായിരിക്കാം റജിനും അത് കേട്ടിരിക്കാം, താങ്കൾക്കത് പറയുന്നതിന് പരിമിതി ഉണ്ടാകും. പക്ഷേ ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ആരോഗ്യപരമാണോ? അതാണ് എൻ്റെ ചോദ്യം. നോക്കൂ, ഇന്ത്യയിലെ ചരിത്രത്തിൽ കേരളത്തിൽ ഒരു ജനാധിപത്യ ബോധമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പ്രസ്ഥാനം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മറ്റ് നാഗ്പൂരിൽ നിന്ന് എന്തെങ്കിലും എഴുതിക്കൊണ്ട് വന്ന് വായിക്കുന്ന BJPയുടെ സംവിധാനം പോലെയോ മറ്റ് കണ്ണൂരിൽ നിന്നും എഴുതിക്കൊണ്ട് വന്ന് വായിക്കുന്ന CPMന്റെ അടുത്ത കാലത്തെ CPMന്റെ നയം പോലെയോ അല്ല കോൺഗ്രസിന്റെ നയം എന്നുള്ളതാണ്. അത് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം വിളിച്ചോളുന്നതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന ആളാണ് എന്ന് പറഞ്ഞു നേരിട്ട ഒരു തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നല്ല വൃത്തിക്ക് അറിയാവുന്ന കാര്യമാണ്. കേരളത്തിലെ 3 നേതാക്കന്മാർ, ആ നേതാക്കന്മാരെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഈ 3-ൽ ഒരാളാവും എന്നുള്ളതാണ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്കുള്ള വിശ്വാസം. ആ 3-ൽ ഒരാളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഉള്ള ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ആശങ്കപ്പെടുത്തേണ്ട, ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള പല രീതിയിലൊക്കെ ഉള്ള ന്യൂസുകൾ വരികയും അത് കണ്ടുകൊണ്ട് ചില നേതാക്കന്മാർക്ക് അനുകൂലമായ പ്രകടനങ്ങളും ഈ പറയുന്ന അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. ആ രീതിയിലേക്ക് അതിന് വിടുന്ന കാര്യങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിനൊക്കെ വിരാമം കുറിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകും, കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള ഡൽഹിയിൽ നിന്നും ആ ഒരു വാർത്ത, ശുഭകരമായ ഒരു വാർത്ത കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. അങ്ങനെ ഒരു വാർത്ത ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിനെപ്പറ്റി പ്രധാനപ്പെട്ടതായി പറയാനുള്ളത്. തീർച്ചയായും. എന്താണ് ഇന്ന് നടന്നത്, ഇപ്പോൾ പറഞ്ഞത് എന്താണ് എന്നൊക്കെ അറിയാം. ഞാൻ SK സജീഷിലേക്കും ലാൽകുമാറിലേക്കും വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂരിലേക്ക് പോകുന്നു. വിഷ്ണു, ഇന്ന് പകൽ നടന്നത് എന്താണ്? അതായത് ഇന്നലെ അർദ്ധരാത്രിയിൽ അവിടെ എത്തിയ സണ്ണി ജോസഫിനെ എതിരെ മുദ്രാവാക്യം വിളിച്ചു, രോഷാകുലമായ ഭാഷയിൽ മുദ്രാവാക്യം വിളിച്ചു ചിലർ. പിന്നീട് VD സതീശന് MSFന്റെ നേതൃത്വത്തിൽ അവിടെ സ്വീകരണം കേരള ഹൗസിൽ നൽകി. അതടക്കം പിന്നീടുള്ള ചർച്ചകളും ഇന്ന് ഏറ്റവും ഒടുവിൽ ദീപദാസ് മുൻഷി പറഞ്ഞ കാര്യങ്ങളും അടക്കം ചുരുക്കി പെട്ടെന്ന്. എന്തായാലും ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിക്ക് മുന്നിൽ നടന്ന മാരത്തൺ ചർച്ചയിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളതിൽ ഒരു സമവായത്തിലേക്ക് 3 നേതാക്കൾക്കിടയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. വലിയ തലത്തിലുള്ള ഒരു തർക്കം തന്നെയാണ് ഇപ്പോഴും ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. KC വേണുഗോപാലിന് MLA-മാരുടെ പിന്തുണയുണ്ട്. അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡ് ഉൾപ്പെടെ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ VD സതീശൻ കടുത്ത നിലപാട് തന്നെയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. VD സതീശൻ ചർച്ചയിൽ ഉടനീളം പറഞ്ഞത് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ കടുത്ത നിലപാടുകളിലേക്ക് പോകും, ഇത്തരത്തിൽ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കും, വേണമെങ്കിൽ MLA സ്ഥാനം രാജിവെക്കുമെന്നതടക്കമുള്ള നിലപാടുകൾ VD സതീശന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു തർക്കം തന്നെയാണ് ഇന്ന് നടന്ന ഒരു ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ നേതാക്കളെയൊക്കെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും നേതാക്കൾ ഓരോരുത്തരോടും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ചിരുന്നു. ആ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന സാഹചര്യത്തിലും ഈ ഒരു ആവശ്യത്തിൽ നിന്ന്, മുഖ്യമന്ത്രി സ്ഥാനം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഒരാൾ പോലും തയ്യാറായിട്ടില്ല. KC വേണുഗോപാൽ 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും മുഖ്യമന്ത്രി സ്ഥാനത്തിന് ശക്തമായ അവകാശവാദവും ഉന്നയിച്ച രംഗത്തുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹൈക്കമാൻഡിനും കടുത്ത അതൃപ്തിയുണ്ട്. നേതാക്കൾക്ക് വലിയ വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം UDF നേടിയ ആ ഒരു വിജയത്തിൻ്റെ എല്ലാ മാറ്റും ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനിടയിൽ കേരളത്തിൽ ഇല്ലാതാക്കി എന്നൊരു വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അത് പ്രത്യേകിച്ച് ഈ നേതാക്കൾ തമ്മിലുള്ള മത്സരം, മുഖ്യമന്ത്രി കസേരയ്ക്കായിട്ടുള്ള ഈ 3 പേർ തമ്മിലുള്ള മത്സരം, അത് കേരളത്തിലെ തെരുവുകളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രവർത്തകർ പരസ്പരം വലിയ തോതിൽ ചേരിതിരിഞ്ഞ് പ്രകടനം നടത്തുന്നു. അനുകൂല പ്രകടനം, പ്രതിഷേധ പ്രകടനം, ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കൽ, ഫ്ലെക്സിൽ കരിയോയിൽ ഒഴിക്കൽ, സ്പ്രേ ചെയ്യൽ, ഫ്ലെക്സ് കീറൽ, അത്തരത്തിൽ ഒരു തെരുവ് യുദ്ധത്തിലേക്ക് തന്നെ അണികൾ തിരിഞ്ഞ ഒരു സാഹചര്യം ഹൈക്കമാൻഡ് അതിരൂക്ഷമായി തന്നെയാണ് അതിനെ നോക്കിക്കാണുന്നത്. പാർട്ടിക്കകത്ത് ഒരു ഭിന്നത ഉണ്ടാകുന്നു, പ്രവർത്തകർ ചേരിതിരിഞ്ഞ് പ്രശ്നമുണ്ടാകുന്നു എന്ന നിലയിൽ വലിയ വിമർശനം തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ശരി, വിഷ്ണു തലവൂർ. ഞാൻ SK സജേഷിലേക്ക് വരികയാണ്. സജേഷ്, ഇത്
ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. നാഗ്പൂരിൽ നിന്ന് RSS എഴുതി കൊടുക്കുന്നത് പോലെയോ കണ്ണൂരിൽ നിന്ന് നിങ്ങൾ എഴുതി കൊണ്ടുവരുന്നല്ലോ, അങ്ങനെയല്ല നിങ്ങളുടെ പ്രക്രിയ എന്നൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായി എനിക്കറിയാം. പക്ഷേ റജിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെയല്ല, ഇത് സൗന്ദര്യത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ വിസ്മയമാണ്. അതിനെ ആ രീതിയിൽ കാണണം എന്നാണ് ഈ തർക്കങ്ങളെ സൂചിപ്പിച്ചത്. റജിൽ, അല്ല, ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തിൽ ഇവിടെ പെട്രോൾ കുപ്പിയും കയ്യിലെഴുതി ആത്മഹത്യാ ഭീഷണി മുടക്കുന്ന ആളുകളുണ്ടാവുന്നുണ്ട്, ശയനപ്രദക്ഷിണം നടത്തുന്ന ആളുകളുണ്ടാവുന്നുണ്ട്. കോൺഗ്രസ്സുകാരും പൊതുസമൂഹവും എല്ലാം ബഹുമാനിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് കീറിക്കളയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതിലൊന്നും പ്രതികരിക്കാൻ വേണ്ടി പോലും തയ്യാറാകുന്നില്ല എന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇതെല്ലാം ജനാധിപത്യത്തിലെ ഉത്സവമാണോ? ഇനിയും ജനാധിപത്യത്തിൽ എന്തെല്ലാമാണ് കേരളത്തിലെ ജനങ്ങൾ കാണേണ്ടി വരിക? ജനാധിപത്യത്തിൽ ഇപ്പോൾ ജനങ്ങൾ കാഴ്ചക്കാരായിക്കൊണ്ടിരിക്കുകയാണല്ലോ കേരളത്തിൽ. ജനങ്ങൾക്ക് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കാഴ്ചക്കാരായി നോക്കി നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറുന്നു. ഇവർ പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നു. തെരുവിൽ അവർക്ക് വേണ്ടി വലിയ രീതിയിൽ പ്രകടനങ്ങളും മറ്റും നേരത്തെ പറഞ്ഞ പോലെയുള്ള അക്രമ സ്വഭാവമുള്ള കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് സാഹചര്യത്തെ കൊണ്ടുപോവുകയാണ്. അതേസമയത്ത് മറ്റൊരു വശത്ത് ഭരണം അവർ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഒരു മാനദണ്ഡവുമില്ലാതെ സർക്കാർ ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓൺലൈനായി ട്രാൻസ്ഫറിന് നിയമപരമായി അപേക്ഷിച്ച ആളുകളെ പോലും നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് ഇവിടെ എല്ലാ തരത്തിലുള്ള അനീതികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ഭരണം ലഭിച്ചു എന്നതിൻ്റെ പേരിൽ അനീതികൾ ആരംഭിച്ചിരിക്കുന്നു. മറ്റൊരു വശത്ത് ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരാകേണ്ട ജനങ്ങൾ കാഴ്ചക്കാരായി നിൽക്കുന്ന സാഹചര്യത്തിലേക്കും കേരളത്തിൽ മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ ഇതിലൂടെ എല്ലാം കാണുന്നത്. ഇനിയും ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എപ്പോഴാണ് എന്ന ചോദ്യത്തിന് മറുപടിയില്ല. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ശ്രീ ലാൽകുമാർ, അഡ്വക്കേറ്റ് ലാൽകുമാർ, ഈ ഒറ്റപ്പേരിലേക്ക് എത്താനാകുന്നില്ല. ഇത്ര ദിവസങ്ങൾ കഴിയുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ജനവിധി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഏതാണ്ട് മണിക്കൂറിനുള്ളിൽ ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. അത്രയേറെ ആസൂത്രിതമാണ്. ഞങ്ങൾ ഹോംവർക്ക് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷമുള്ള കാര്യവും എന്നൊക്കെയാണ് VD സതീശൻ പറഞ്ഞിരുന്നത്. അദ്ദേഹം അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ പോസ്റ്ററുകൾ, ഫ്ലെക്സുകൾ, പ്രകടനങ്ങൾ, ഇതേക്കുറിച്ച് നേതാക്കന്മാർ ദില്ലിയിൽ പറഞ്ഞ അവരുടെ വാക്കുകൾ കേട്ടതിന് ശേഷം ഞാൻ ലാൽകുമാറിലേക്ക് എത്താം, അവരുടെ വാക്കുകളിലേക്ക്. പിന്നീട് ഇങ്ങനെ ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങൾ, ചേരിതിരിഞ്ഞുള്ള ഫ്ലെക്സ് ബോർഡുകൾ വെക്കല്, കോൺഗ്രസിൽ വലിയ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രചരണങ്ങൾ, ഇതെല്ലാം ഒരു വിഭാഗീയത നമ്മുടെ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത UDF പ്രവർത്തകരെ വേദനിപ്പിക്കും, വോട്ട് ചെയ്ത ഭൂരിഭാഗം ജനങ്ങൾക്കും അതൊരു മനസ്സിന് വിഷമമുണ്ടാക്കും. ഇന്നു മുതൽ അത്തരം ഒരു പ്രവർത്തികളും ചെയ്യരുത്. സംസ്ഥാനത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്ലെക്സ് ബോർഡുകളും പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ നീക്കം ചെയ്യണം. നാളത്തേക്ക് അത് ഉണ്ടാകരുത്. ഇനി ഒരു സ്ഥലത്തും ഒരു പ്രകടനം പോലും നടത്തരുത് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഭരണകൂടം, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണകൂടം ഉണ്ടാക്കാനാണ്. അതിനിടയിൽ നിർഭാഗ്യകരമായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒരു പഴങ്കഥയായി അവസാനിപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും പാർട്ടിക്കാരാണ്. പാർട്ടിയാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും പരമപ്രധാനം, ജനങ്ങളാണ് പരമപ്രധാനം. എല്ലാവരും കൂടി ഈ കാര്യത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കണം. എന്റെ പേരിലോ അല്ലെങ്കിൽ MSCയുടെ പേരിലോ സതീഷിന്റെ പേരിലോ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ മറ്റുള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ ബോർഡ് വെക്കാനും പ്രകടനം നടത്താനോ ഒക്കെ പോകുന്നത് ഇനി മുതൽ അവസാനിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങളുടെ 3 പേരുടെയും പേരുമായി ബന്ധപ്പെട്ട ചില പ്രചരണങ്ങൾ നടന്നത്, അത് ആവേശഭരിതരായ ആളുകളോ അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകളോ ഒക്കെ ഇങ്ങനെ ബോർഡുകൾ വെക്കുകയും ബാനറുകൾ കെട്ടുകയും ജാഥ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തേതോട് കൂടി ഇതെല്ലാം അവസാനിക്കുകയാണ്. ഇനി മുതൽ
അത് ജനങ്ങളുടെ മുമ്പിൽ നമുക്കൊരു മോശമായ ചിത്രമുണ്ടാക്കാൻ വഴിതെളിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. എല്ലാ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഇന്നു മുതൽ വെച്ചിട്ടുള്ള ബോർഡുകൾ എടുത്തു മാറ്റുകയും അതോടൊപ്പം തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പ്രകടനങ്ങളോ ജാഥകളോ ഒന്നും നടത്താതിരിക്കുകയും കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന എല്ലാ തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ലാൽകുമാർ, ഈ 3 നേതാക്കളും ഇതൊന്നും ഇവരുടെ പേരിൽ ആരൊക്കെയോ പ്രവർത്തകർ ഇവരോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാണ് ഈ പോസ്റ്ററുകളും ജാഥയും പ്രകടനവും ഒക്കെ. പാവം, ഇവരൊന്നും അറിഞ്ഞിട്ടില്ല. അവരെ വിലക്കുന്നത് കണ്ടില്ലേ ലാൽകുമാർ? നിങ്ങളൊക്കെ ചുമ്മാ വെറുതെ വ്യാഖ്യാനിക്കുകയാണ്. അല്ല, ഇതിനകത്ത് നോക്കൂ, ഇത് പൂർണ്ണമായും കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ് എന്നിരിക്കെ തന്നെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ പലതിനും മറുപടി പറയേണ്ടതായിട്ട് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഓരോരുത്തരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഇനി മുതൽ ഒരു കാരണവശാലും ഫ്ലക്സും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി മുതൽ, അതാണ് അവിടുത്തെ വാക്ക്. അടുത്തത് സതീശൻ്റെ ആണെങ്കിൽ ഇനി ചെയ്യരുത്, ഇനി ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഈ ആ എറ്റിമോളജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ വെച്ച് നോക്കിയാൽ ഇതുവരെ ചെയ്തത് കുഴപ്പമില്ല, ഇനി മുതൽ ചെയ്യരുത് എന്നുള്ള രീതിയിലാണ്. ഞാനത് പറയാൻ കാരണം, 4-ാം തീയതി ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് നമുക്കെല്ലാം വ്യക്തമായ വിഷയമാണ്. അതിപ്പം നമ്മൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ അപ്പം തന്നെ തോൽവി അംഗീകരിച്ചിട്ടുള്ളതാണ്. സംഭവം അത് കഴിഞ്ഞ് ഇന്ന് 9-ാം തീയതിയാണ്. ഇത്ര ദിവസം, ഏതാണ്ട് 5 ദിവസം ഈ സംസ്ഥാനത്ത് അരങ്ങേറിയത് ഫ്ലക്സ് യുദ്ധങ്ങൾ, അതുപോലെ തന്നെ ഓരോ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള കോലാഹലങ്ങളാണ് ഈ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. എത്രയോ തലത്തിലുള്ള മാധ്യമ ചർച്ചകൾ, മാധ്യമ വിചാരണകൾ നടന്നു. ഇത് ഇത്ര ദിവസം ആർക്കും ഒന്നും മിണ്ടണ്ടായിരുന്നു. ഈ 3 നേതാക്കന്മാർക്കും ഒന്നും മിണ്ടണ്ടായിരുന്നു. ഇന്നിപ്പോൾ പറയുന്നു ഇനി മുതൽ എന്ന് പറയുന്നത്. അത് കാര്യം എന്നാന്ന് വെച്ചാൽ, നോക്കൂ, രമേശ് ചെന്നിത്തലയുടെ പിന്നത്തെ ഇൻ്റർപ്രിട്ടേഷൻ കണ്ടാൽ, അല്ലെ അദ്ദേഹം കാറിൽ കയറി കഴിഞ്ഞ് പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് ഒരു ബൈറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇനി ചർച്ചയില്ല, ഇനി ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതിന് പറഞ്ഞ് അദ്ദേഹം സൂചിപ്പിച്ചത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും കൂടെ ഈ വിഷയം തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ന് ഇവർ തമ്മിൽ ഉള്ള കാര്യത്തിൽ ഏതാണ്ട് തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ തർക്കത്തിൻ്റെ പ്രസക്തി ഇല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഐക്യത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ വരെ, അല്ലെങ്കിൽ ഇന്ന് ഉച്ചവരെ നടന്ന കോലാഹലങ്ങൾ അവർ കണ്ടോൺ ചെയ്തു. അതിനകത്ത് ഒരു വിഷയം നോക്കൂ, ഇപ്പോൾ വി.ഡി. സതീശൻ ഡൽഹി പോകുമ്പോൾ ഇറങ്ങുമ്പം, അല്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ അവിടെ ചെന്നിറങ്ങുമ്പം വലിയ ആരവങ്ങളും ആഘോഷങ്ങളും ഉണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ KPCC പ്രസിഡൻറ്റിനെ ആൾക്കാർ മോശം പറയുന്നു. അപ്പോഴൊന്നും ഇവർക്ക് പ്രശ്നമില്ല. അപ്പോൾ എന്നെ സ്വീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല, ബാക്കിയുള്ളവരെ മോശം പറയുമ്പോൾ അതിനകത്ത് ഇടപെടണ്ടേ? ഇത്ര ദിവസം അത് കേട്ടുകൊണ്ടിരുന്നില്ലേ? അപ്പോൾ നമുക്ക് അത് വ്യക്തമായിട്ടുണ്ട്. ഞാനത് അത്രയും ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞത് ആൾക്കാർക്കങ്ങ് മനസ്സിലായിക്കോട്ടെ എന്താ നടന്നത് എന്നുള്ളൊരു സാഹചര്യം മനസ്സിലാക്കാനാണ്. ഇവിടെ എന്താണ് കോൺഗ്രസ് നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നം? കോൺഗ്രസ് നേരിടുന്നത്, നോക്കൂ, MP-മാരും മത്സരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യം, KC വേണുഗോപാൽ എന്ന വ്യക്തി ഈ പറയുന്ന രാജസ്ഥാനിലെ സീറ്റ് കളഞ്ഞു കുളിച്ച് BJPക്ക് കൊടുത്ത് ആലപ്പുഴ മത്സരിക്കാൻ വരരുത്, വരരുത് എന്ന് പറഞ്ഞത് ശക്തമായി പറഞ്ഞൊരു കാര്യമാണ്. അത് ഈ രാജ്യത്തിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, ഒരു MP-യുടെ കൂടുതൽ രാജ്യസഭയിലേക്ക് BJPക്ക് കിട്ടാനുള്ള സാഹചര്യം ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയും അല്ലെങ്കിൽ KC വേണുഗോപാലും ഉണ്ടാക്കരുത് എന്ന് സുവ്യക്തം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ടും അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ വന്നു. ഇത് കഴിഞ്ഞ് നോക്കൂ, ഇപ്പം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനായിട്ട് നിൽക്കുകയാണ്. എന്തർത്ഥത്തിലാണ്, എന്താണ് ഈ രാജ്യത്തെ ജനതയോട് പറയുന്നത്? നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ തന്നെ ഒരു തീരുമാനം എടുത്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാക്കുകൾ, അല്ലെങ്കിൽ കോഴിക്കോട് MP-യുടെ വാക്കുകൾ, പലരുടെയും വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ MP-മാർ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചു. അത് കോൺഗ്രസിൻ്റെ ഐക്യകണ്ഠേനമായ തീരുമാനമായിരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഈ പറയുന്ന MP അല്ലേ?
അദ്ദേഹം MP ആണ്. അപ്പോൾ അദ്ദേഹം ഇപ്പം മത്സരത്തിലുണ്ട്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകണം. ഈ പറയുന്ന 63 MLA മാരുണ്ടെങ്കിൽ ആ 63-ൽ 46 പേര് സപ്പോർട്ട് ചെയ്യുന്നത് KC വേണുഗോപാലിനെയാണ്. MLA പോലും അല്ലാത്ത KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ വളരെ കണക്ക് കൂട്ടിയുള്ള കാര്യങ്ങളാണ് ഈ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. VD സതീശൻ നോക്കൂ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പ്രവർത്തിച്ചതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എത്രമാത്രം കള്ളം പറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചും എത്രമാത്രം ദുഷ്പ്രചരണങ്ങൾ നടത്തിയെന്നും എത്രമാത്രം വർഗീയമായ കാര്യങ്ങൾ അഴിച്ചുവിട്ടു എന്നുള്ളതിനെക്കുറിച്ചൊന്നും അത് നമ്മൾ വിമർശിച്ച് തള്ളിയ വിഷയങ്ങളാണ്. അത് ഇനിയും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹമായിരുന്നു ഈ മണ്ഡലത്തിൽ, ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് എത്ര വളരെ വൃത്തിയായി കരിവേപ്പില പോലെ എടുത്ത് കളഞ്ഞ സാഹചര്യം ഉണ്ടായിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവരുടെ ഡിസിഷൻ വരട്ടെ, പക്ഷേ അദ്ദേഹത്തിനും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാൽ എന്ന് പറയുന്ന മനുഷ്യനുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുന്നു. സാധാരണഗതിയിൽ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഏതേലും സംസ്ഥാനത്ത് ഏതേലും തരത്തിൽ പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ ഇടപെടേണ്ട ആളാണ്. നോക്കൂ, ഇദ്ദേഹം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നമായി മാറുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിലെ പലരും പറയുന്നത്. നമ്മൾ ഇപ്പോൾ CPI-യുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ CPI-യോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരല്ലല്ലോ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടൊക്കെ റോഡിലിറങ്ങി ഉമ്മൻചാണ്ടിയുടെ സഹിതം ഫ്ലെക്സ് കീറിക്കളയേണ്ട സാഹചര്യം വരുന്നത്. ഈ പറയുന്ന KC വേണുഗോപാലിൻ്റെ മുഖത്തേക്ക് നോക്കി തുപ്പുന്ന സാഹചര്യം കാണിക്കുന്നത്, ഈ VD സതീശൻ്റെ ഫ്ലെക്സ് വലിച്ചു കീറുന്നതും ചവിട്ടുന്നതും നമ്മൾ കണ്ടില്ലേ, കത്തിക്കുന്നത് കണ്ടില്ലേ. ഇതൊക്കെ ഒരാളോടുള്ള സ്നേഹം, നിങ്ങൾക്കിപ്പോൾ KC വേണുഗോപാലിനോട് സ്നേഹം കാണിക്കണമെങ്കിൽ സ്നേഹം കാണിക്കാം. അതിന് മറ്റൊരാളുടെ ഫ്ലെക്സ് വലിച്ചു കീറിയിട്ട് പ്രതിഷേധം കാണിക്കുക അല്ലെങ്കിൽ അവരെ ഇകഴ്ത്തി കാണിക്കേണ്ട കാര്യം എന്താ? തിരിച്ചും മറിച്ചും ഉള്ള കാര്യം അതാണ്. അപ്പോൾ ഈ പ്രശ്നം യഥാർത്ഥത്തിൽ വഷളാക്കുന്നതിനകത്ത് കോൺഗ്രസിലെ MLA-മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പങ്കുണ്ട്. അവരിത് അറിഞ്ഞുകൊണ്ടാണ്, ഇദ്ദേഹം പിന്നീട് മത്സരിക്കാൻ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ നമ്മോട് മറച്ചു വെച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് ജനങ്ങളെ പറ്റിക്കുന്നതിന് തുല്യമാണ്. ഇപ്പം നമ്മൾ നോക്കൂ, രാഷ്ട്രീയമായിട്ട് ഏതെങ്കിലും തരത്തിൽ VD സതീശനുമായിട്ട് ഏതെങ്കിലും പോയിന്റിൽ യോജിക്കുന്ന ആൾക്കാരല്ല നമ്മളാരും. പക്ഷേ VD സതീശൻ ഒരു ക്ലെയിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അന്ന് VD സതീശൻ പറഞ്ഞത് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ 5 മിനിറ്റിനുള്ളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന. ഞാനും മനസ്സിലാക്കുന്നിടത്തോളം 5 മിനിറ്റിനുള്ളിൽ തീരുമാനിച്ചു. അത് അദ്ദേഹത്തിൻ്റെ പേരല്ല എന്നിപ്പോൾ കേൾക്കാൻ കഴിയുന്നു. എനിക്കറിയില്ല, ഞാൻ പിന്നീട് ഇത് വ്യത്യസ്തമായ അദ്ദേഹത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ ഞാൻ പരസ്യമായിട്ട് മാപ്പും പറയാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പം കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരല്ല, ശക്തമായി വേറെ ഒരാൾ വരുന്നു. അത് രമേശ് ചെന്നിത്തല ആയിരുന്നെങ്കിൽ നമ്മൾ ഇച്ചിരൂടെ ആ വിഷയത്തെ നമ്മൾ ലഘൂകരിച്ച് കണ്ടേനെയും. മത്സരത്തിൽ പോലും ഇല്ലായിരുന്ന, മത്സരിക്കാഞ്ഞ ഈ രാജ്യത്തെ ഫാസിസത്തെ തുടച്ചു നീക്കാനായിട്ട് ഞാൻ ആലപ്പുഴ വന്നാലേ പറ്റൂ, ഞാൻ ലോക്സഭയിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞ് വന്ന ആള് അദ്ദേഹമാണ് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരനായി മാറിയിരിക്കുന്നത്. നോക്കൂ, KC വേണുഗോപാൽ എന്ന സംഘടനാ ജനറൽ സെക്രട്ടറി ഈ രാജ്യത്ത് പോയ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഒരിടത്തും രക്ഷപ്പെട്ടിട്ടില്ല. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റുമായിട്ടുള്ള പ്രശ്നത്തിൽ സച്ചിൻ പൈലറ്റ് അതുപോലെ പണിയെടുത്തു, ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായി. അത് അവസാനം രാജസ്ഥാൻ മൊത്തത്തിൽ പോയി. ഹരിയാനയിൽ അത് സംഭവിച്ചു. ഇതേ കാര്യത്തിൽ തന്നെ കർണാടകത്തിൽ സംഭവിച്ചു. മധ്യപ്രദേശിൽ കമൽനാഥും ജ്യോതിരാദിത്യ സിന്ധ്യയും തമ്മിൽ പ്രശ്നമുണ്ടായി. ജ്യോതിരാദിത്യ സിന്ധ്യ BJP പോയി BJPയുടെ മന്ത്രിയായി. സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ജോലി സംഘടനയെ വീക്കാക്കുകയും സംഘടനയുടെ അപ്പുറത്ത് ഏറ്റവും ശത്രുവായി നിൽക്കുന്ന BJPക്ക് വളമിട്ട് കൊടുക്കുക എന്നുള്ളതുമാണ്. അവസാനം നോക്കൂ, DMK-യുടെ മുന്നണിയിൽ നിന്ന് 5 പേര് ജയിച്ച ആ DMK-യുടെ മുന്നണിയിൽ DMK-യോട് പറയാതെ പോയി എന്നുള്ളതാണ്. CPI-ഉം CPI-യും അവരെ കണ്ട് എങ്ങനെയാണ് BJPയെ ഒഴിവാക്കി നിർത്തേണ്ടത് എന്നുള്ളതിനെ സ്റ്റാലിനെ ബോധ്യപ്പെടുത്തി പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഈ TVK-യുമായി ബന്ധപ്പെട്ട് കാണുന്നു. അതേ സ്ഥാനത്ത് അവരുടെ ചെലവിൽ, DMK-യുടെ ചെലവിൽ ജയിച്ച കോൺഗ്രസ് പാർട്ടി സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ പെർമിഷനോടുകൂടി അവർ ചെയ്തത് എന്താണ്? പുറകിൽ നിന്ന് കുത്തി, സ്റ്റാലിൻ തന്നെ പറഞ്ഞതാണ്, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തെ അതിൽ നിന്ന് പുറത്തു പോവുകയാണ് എന്ന് പറയേണ്ട സാഹചര്യം വരുന്നു. അവർ വേറെ ബ്ലോക്കായിട്ടിരിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സംഘടനയെ എല്ലാ തരത്തിലും ഇല്ലാതാക്കിയ ഒരാൾ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് പ്രവർത്തിക്കാൻ നോക്കുന്നു. ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അദ്ദേഹം അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ചിലപ്പോൾ അവിടെ രക്ഷപ്പെടുമായിരിക്കും. കാര്യം അവിടുത്തെ സംഘടനയെ മൊത്തത്തിൽ ഇല്ലാതാക്കിയതിൽ KC വേണുഗോപാലിൻ്റെ റോൾ ഒട്ടും ചെറുതല്ല. എന്നെ ആരെന്തോ പറഞ്ഞാൽ എനിക്ക് എന്ത് വിരോധമില്ല. കാര്യം ഇന്ത്യ മഹാരാജ്യത്ത് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ വീക്കാക്കിയതിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ഈ കഴിവില്ലായ്മ വളരെ പ്രകടമാണ്. അദ്ദേഹം ഇങ്ങോട്ട് വരുന്ന, എന്നോട് ഒരു കോൺഗ്രസ്സിലുള്ള ഒരാൾ തന്നെ പറഞ്ഞതാണ്, അദ്ദേഹം ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ വീക്കാക്കുകയാണെങ്കിലും ചിലപ്പോൾ അവിടെ രക്ഷപ്പെടുമായിരിക്കുമെന്ന്. പക്ഷേ ഇതിനകത്തൊരു അനീതിയുടെ എലമെൻ്റ് ഉണ്ട് അജിംഷാദെ.
കാര്യം ആരാണോ പക്ഷെ പ്രവർത്തിച്ചത്, അത് ആരാണോ നമ്മൾ fight ചെയ്തത്, പ്രകടമായും കാണുന്ന നമുക്കെതിരെയാണ് fight തലത്തിലാണ്. ചെയ്തത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ തവണ ചെന്നിത്തലയ്ക്കും ഇതുപോലെ അവരുടെ CLPയുടെ ഭൂരിപക്ഷ പിന്തുണ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് മാറിയാണ് ഈ സതീശനെ സെലക്ട് ചെയ്തത്. അപ്പോൾ ചെന്നിത്തല കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനെ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടെങ്കിൽ പോലും പ്രകടമായി നാം കാണുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ KC വേണുഗോപാലിൻ്റെ ഇപ്പോൾ പല മുതിർന്ന നേതാക്കന്മാരും രംഗത്തെത്തി പറഞ്ഞു KC വേണുഗോപാലിൻ്റെ ഔദാര്യം പറ്റാത്ത ആരുമില്ല എന്നൊക്കെ. അപ്പോൾ അത്രയേറെ അവരുടെ സംഘടനാപരമായ ആഴത്തിലുള്ള വ്യക്തിയാണ് KC വേണുഗോപാൽ. അതായിക്കൂടെ? അതെ, ഇതിനകത്തെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്, ഉണ്ണിത്താൻ വളരെ സെൻസിബിളായിട്ടുള്ള ഒരാളാണ്, സെൻസിബിളായിട്ട് സംസാരിച്ചു എന്ന് തന്നെ ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ അപ്പോഴും പറയുന്നത് KC വേണുഗോപാലിൻ്റെ ഔദാര്യം, ആ വാക്ക് എന്നെ വളരെയധികം ദേഷ്യം പിടിപ്പിച്ച വാക്കാണ്. KC വേണുഗോപാലിന് എന്താ ഔദാര്യം? കോൺഗ്രസ് പാർട്ടിയുടെ ഔദാര്യം. KC വേണുഗോപാൽ എന്ത് വീട്ടിൽ നിന്നുകൊണ്ടതാണ്? അതല്ലോ. ആ സംഘടനയുടെ തലപ്പത്തിരിക്കാൻ അദ്ദേഹത്തിനൊരു അവസരം കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. വലിയ മഹാന്മാരിരുന്നിട്ടുള്ള ഇതാണ്. നമ്മൾ കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കുമെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ റോളിനെ കുറിച്ച് നമുക്ക് പല കാര്യത്തിലും സംശയമില്ലല്ലോ. ഇത് അതാ നമ്മൾ പറഞ്ഞത്. ഇപ്പം നോക്കൂ, കേരളത്തിൽ ഇവർക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി മുസ്ലിം ലീഗാണ് യഥാർത്ഥത്തിൽ UDFിൻ്റെ തലയായി പ്രവർത്തിച്ചത്. ആ തല ഏത് തരത്തിൽ ഈ സംസ്ഥാനത്തെ വിഭജിച്ചു എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. കാര്യം നമ്മൾ പലപ്പോഴും റേസ് ചെയ്തിട്ടുള്ള വിഷയമാണ്. ലീഗിൻ്റെ പ്രവർത്തനം ഈ സംസ്ഥാനത്തെ വിഭജിക്കുന്ന രീതിയിലായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും അത് ജമാഅത്തേക്ക് കീഴടങ്ങി എന്ന വിമർശനാത്മകമായ കാര്യങ്ങൾ നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ 62 or 63 സീറ്റ് കിട്ടിയപ്പം കേവല ഭൂരിപക്ഷത്തിന് 10-ൽ താഴെയുള്ള സീറ്റ് മറ്റൊരാളുടെ സഹായം, മറ്റ് പാർട്ടിയുടെ സഹായം മതി എന്നറിഞ്ഞപ്പം ലീഗ് അവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയണ്ടെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. 2011 യഥാർത്ഥത്തിൽ UDFന് ഭൂരിപക്ഷം കിട്ടിയത് 73 സീറ്റിലാണ്. അന്ന് രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ KICCയുടെ മനസ്സിലുണ്ടായിരുന്നത് രമേശ് ചെന്നിത്തലയുടെ പേരായിരുന്നു. അതേ സ്ഥാനത്ത് അന്ന് മുസ്ലിം ലീഗ് കൃത്യമായ ഒരു നിലപാടെടുത്തു. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പേരിലേക്ക് എത്തിയില്ല എങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞപ്പം ആ ഉമ്മൻചാണ്ടിയുടെ പേരിലേക്ക് എത്തുകയാണ് യഥാർത്ഥത്തിൽ UDFും അല്ലെങ്കിൽ ഹൈക്കമാൻഡും ചെയ്തത്. അന്ന് ലീഗിനെ പറയുന്നത് കേൾക്കാൻ ഇവർക്ക് മതിയാവുമായിരുന്നു. നോക്കൂ, ലീഗ് ഒരു നല്ല പാർട്ടിയാണെന്നോ അന്തസ്സുള്ള പാർട്ടിയാണെന്നുള്ള അഭിപ്രായത്തിലൊന്നും അല്ല ഞാൻ പറയുന്നത്. ലീഗിൻ്റെ കാൽ കീഴെ പോയി കിടന്നാണ് ഇവർ ഈ പറയുന്ന മലബാറിൽ പ്രചരണം നടത്തിയത്. കോഴിക്കോട് അടങ്ങുന്ന സ്ഥലങ്ങളിൽ ലീഗിൻ്റെ സഹായത്തോടു കൂടി മാത്രം ജയിച്ചതാണ്. പക്ഷെ ഒരു നിമിഷം ഈ പറയുന്ന കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ് ലീഗ് എന്ന് പറയുന്ന പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ അടിമപ്പെട്ടതിൻ്റെ ഭാഗമായി VD സതീശൻ ജമാഅത്തേക്ക് അടിമപ്പെട്ടതുകൊണ്ട് VD സതീശൻ എന്ന പേര് ഉയർന്നു വന്നു. ആ പേര് ഉയർന്നു വന്നതിനെ എതിർക്കാൻ പല ആൾക്കാരും, കോൺഗ്രസ് പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല, കോൺഗ്രസിലെ പല ആൾക്കാരും പുറത്തു വന്ന് ലീഗ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പരസ്യമായി പറയുന്ന സാഹചര്യം വന്നു. ലീഗ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പരസ്യമായി പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് എപ്പോഴും നിങ്ങളുടെ നിലപാടായിരിക്കണം. നിങ്ങൾക്ക് വെല്ലോറിയൻ ചെലവിൽ ജയിച്ച ശേഷം നിങ്ങൾക്കൊരു അവസരം കിട്ടിയപ്പം നിങ്ങൾ അതിനെ ഉപയോഗിച്ച് മുന്നോട്ട് നീങ്ങുന്നു, മറ്റു കൂട്ടത്തിൽ നിന്നവരെയൊക്കെ തള്ളിക്കളയുന്ന ഒരു രീതി, അതും ഒരു രസകരമായ കാര്യമാണ്. ജനാധിപത്യത്തിൽ സുഖകരമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഇതെന്ത് ചെയ്താലും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നിങ്ങൾ തമ്മിൽ തല്ലിയാലും തമ്മിൽ കുത്തിയാലും ഒക്കെ ഇപ്പുറത്ത് നിൽക്കുന്ന ആരെയും ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ബാധിക്കുന്നില്ല. പക്ഷേ ഇതൊരു ഇൻഡീസെൻറ്റ് ബിഹേവിയറാണ്. ഇതൊരു റോങ് പ്രീസിഡൻ്റ് ഉണ്ടാക്കും. കോൺഗ്രസിന് അതിനകത്ത് പ്രശ്നമില്ലെങ്കിലും കോൺഗ്രസ്സുകാരെ കാണുന്ന നമുക്ക് പോലും പ്രശ്നമുണ്ട്. കോൺഗ്രസിൻ്റെ പ്രവർത്തകരിൽ പലരും പറയുന്നുണ്ട് ഇത് എന്ത് അന്തസ്സില്ലായ്മയാണെന്ന് തുറന്നു പറയാൻ ആൾക്കാർ തയ്യാറാകുന്നു. അത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായ അപകടകരമായ അന്തരീക്ഷത്തിലേക്ക് എത്തുകയും BJPക്ക് ഏറ്റവും കൂടുതൽ സ്ഥലവും അല്ലെങ്കിൽ ആ അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യമായി മാറും എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നേയില്ല. ഇത് തന്നെയാണ് പല സംസ്ഥാനങ്ങളും, ഞാനത് പറഞ്ഞ രാജസ്ഥാനിലെ, മറ്റ് സംസ്ഥാനങ്ങളിലെ, മധ്യപ്രദേശിലെ. ഒരു മിനിറ്റ്, ഇപ്പോൾ സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്ക് ഞാൻ തത്സമയം ഒന്ന് പോകും. നിങ്ങൾ അസ്വസ്ഥരായില്ല. കാരണം ഒരു പാർട്ടിയുടെയും ഇത്ര വേഗത്തിലും ഇത്ര സ്പീഡിലും പ്രൊസീജിയർ നടന്നിട്ടില്ല. ഒരു വൈകല്യ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നീ അവിടെ നിന്ന് ഡിസിഷൻ പ്രഖ്യാപിക്കേണ്ട ചർച്ചകളിൽ തൃപ്തിയുണ്ടോ? 100%. There is no delay. This is the fastest procedure. They have done it very fast. You inquire about the other states, other parties, how they are selected. പ്രതിഷേധങ്ങളൊക്കെ അവസാനിക്കുകയാണ്. അങ്ങ് തന്നെയാണ് മുൻകൈയെടുത്ത് അവിടെ സംസാരിക്കുന്നു. തിരുവനന്തപുരത്തെ ഫ്ലെക്സുകളൊക്കെ മാറ്റുകയാണ്. തിരുവനന്തപുരത്തെ ഫ്ലെക്സുകളൊക്കെ മാറ്റുകയാണ്. പ്രതിഷേധം പൂർണ്ണമായി അവസാനിപ്പിക്കാനുള്ള നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഞങ്ങൾ തന്നെ ഈ തർക്കം മുതലെടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഒരു
തർക്കവും ഇതിലില്ല. തർക്കമില്ലെന്നാണോ ഒരു തർക്കവും ഇതിലില്ല, മുന്നോട്ട് പോകുന്നത് എന്നാണോ? പുഞ്ചിരിക്കപ്പുറം എന്തെങ്കിലും എന്നാൽ ഒരു പുഞ്ചിരിക്കപ്പുറത്ത് ഒരു വ്യക്തമായ അതൊരു ശരിയല്ലല്ലോ. അവിടെ ഇപ്പോൾ മീഡിയ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കണ്ടു, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് വേണ്ടിയിട്ടാണ് ഈ അണികളെല്ലാം വലിയ പ്രകടനം നടത്തിയത്. അടുത്ത റൂമാണ് ഈ കേരള ഹൗസിൽ പോലും ഇന്നലെ രാത്രി വൈകിയും പ്രകടനങ്ങൾ ഉണ്ടായി. ഓൾ ദി ബെസ്റ്റ്. ശ്രീ ലാൽകുമാർ, താങ്കൾ പറഞ്ഞു വന്നത് അപ്പോൾ സ്വാഭാവികമായും ഇത് തൊട്ട് മുമ്പുള്ളതാണ്, പക്ഷേ എങ്കിൽ പോലും വി ഡി സതീശൻ്റെ മുഖത്ത് ഒരു കൃത്രിമമായ ഊർജ്ജമാണ്. സാധാരണഗതിയിലുള്ളതുപോലെ ഒരു ശരീരഭാഷയിലോ മുഖത്തോ ഒരു പ്രസന്നതയില്ല. അദ്ദേഹം ഉള്ളിൽ വളരെ സമ്മർദ്ദത്തിലാണെന്ന് തോന്നുന്നു. അതെ, ഞാൻ നോക്കൂ, ഈ വിഷയത്തിൽ ഞാൻ പൂർണ്ണമായും വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാര്യം ഈ രാഷ്ട്രീയ ഭൂമികയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആൾക്കാരിൽ ഒരാൾ വി ഡി സതീശൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നോക്കൂ, എൻ്റെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. ഞാൻ എപ്പോഴും ഇടതുപക്ഷ അനുഭാവത്തോടുകൂടി നിൽക്കുന്ന ഒരു ആളാണ്. അവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമുണ്ടോ എന്നൊരു വിമർശനാത്മകമായ ചോദ്യം ഒരാൾ ചോദിച്ചാൽ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ കാണുന്ന ഒരു സത്യത്തെ വിളിച്ചു പറയണമല്ലോ. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം, ലാൽകുമാർ, ഞാൻ തിരിച്ചെത്താം. കാരണം ഇത് KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതല്ല, മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഈ മാൻഡേറ്റ് നൽകിയ, ഈ ജനം നൽകിയ അംഗീകാരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവർ ഈ രീതിയിൽ പെരുമാറിയാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യും. കാരണം ഇവർക്ക് ഗുണപരമായ പല ചർച്ചകളും ചോദ്യം ചെയ്യലുകളും ഒക്കെ ഉണ്ടായല്ലോ. മാധ്യമപ്രവർത്തകർ തന്നെ പരസ്യമായി അംഗീകരിച്ചു പലരും. നിങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പറഞ്ഞ റിലീസുകൾ അടക്കം കൊടുത്ത് നിങ്ങളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, വിടുപണി ചെയ്തിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ പോലും പരസ്യമായി പറഞ്ഞ് അംഗീകരിക്കുന്ന കാഴ്ചയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്കിതൊക്കെ ചർച്ച ചെയ്യാവുന്നതാണ്. റജിൽ സുന്നിത്താൻ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ലാൽകുമാറും ഒപ്പം എസ് കെ സജീഷ് അതിൻ്റെ മൂല്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇതിങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ പെരുമാറുന്നത് ശരിയാണോ, ഇത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണോ അല്ലയോ എന്ന് അവർ തന്നെ ചിന്തിക്കണമെന്നാണ് പറഞ്ഞത്. ലാൽകുമാർ കുറെ കൂടി കടത്തി പറഞ്ഞത് നിങ്ങളുടെ സെലക്ഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ആലപ്പുഴയിലേക്ക് എന്ത് പറഞ്ഞാണ് രാജ്യസഭാ സീറ്റ് BJP ജയിക്കുമെന്നറിഞ്ഞിട്ടും അത് കളഞ്ഞ് ഇവിടെ എത്തി ലോക്സഭയിൽ മത്സരിച്ചത്? അതിനുശേഷം MP-മാരും മത്സരിക്കാനില്ല, MP-മാരും MLA-മാരാകേണ്ട എന്ന് പറഞ്ഞ് K. സുധാകരൻ അടക്കമുള്ളവരെ മാറ്റി നിർത്തിയതും ഈ KC വേണുഗോപാൽ അടക്കമുള്ളവരാണ്. ഇപ്പോൾ അതേ KC വേണുഗോപാൽ 46 MLA-മാരുടെ പിന്തുണയോടുകൂടി ഇതാ വരാൻ പോകുന്നു എന്ന സൂചനകൾ എത്തുന്നു. താങ്കൾക്കിതിൽ പ്രതികരിക്കുന്നതിന് പരിമിതിയുണ്ട്, പക്ഷേ ഇത് ശരിയാണോ ഇത്തരത്തിലൊരു ചർച്ച? രണ്ട്, സാക്ഷാൽ ഉമ്മൻചാണ്ടി ശത്രുക്കൾ പോലും, രാഷ്ട്രീയ ശത്രുക്കൾ പോലും ബഹുമാനിക്കുന്ന മനുഷ്യൻ്റെ പോസ്റ്റർ കോൺഗ്രസ്സുകാർ വലിച്ചു കീറുകയാണ് അധികാരത്തിന് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടി. അത് ശരിയാണോ? റജിൽ സുന്നിത്താൻ, ഇതൊക്കെ കോൺഗ്രസിനെ വിചാരണ ചെയ്യപ്പെടുന്നത് തന്നെയാണ്. നോക്കൂ, ഇതിനകത്ത് കോൺഗ്രസിന്റെ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി, കേരളത്തിലെ ജനങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന ഉമ്മൻചാണ്ടിയെ പറ്റി വളരെ സ്നേഹത്തോടുകൂടി പറഞ്ഞതിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രതിനിധി ആങ്കർ ഉൾപ്പെടെ പറഞ്ഞതിൽ ഏറ്റവും സന്തോഷമുണ്ട്. അത് ആര് ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ ഒരുങ്ങുന്ന ആളുകളല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, നേതാക്കന്മാരും ഒക്കെ. ഉമ്മൻചാണ്ടി സാറിന്റെ പടം അത് വലിച്ചു കീറിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഈ പറയുന്ന രീതിയിലേക്ക് ആ ഒരു തെരുവിലെ ആ പറയുന്ന ആർക്ക് വേണമെങ്കിലും തന്റെ നേതാക്കന്മാർക്ക് വേണ്ടി ഫ്ലെക്സ് വെക്കുവാനോ അല്ലെങ്കിൽ നടത്തുവാനോ അവരുടെ സ്നേഹപ്രകടനം നടത്തുവാനൊക്കെ സാധിക്കും. പക്ഷേ അതിന് വരുമ്പോൾ കടക്കുമ്പോൾ അതിന് കടിഞ്ഞാണിടാനുള്ള ഒരു സംവിധാനം കേരളത്തിലുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് KPCC ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതും. ഇപ്പോൾ ഈ പറയുന്ന 3 നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള തങ്ങളെ സ്നേഹിക്കുന്നവരൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പൊതുമധ്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്നും ആ ഒരു മെസ്സേജ് താഴെത്തട്ടിലുള്ള പ്രവർത്തകർ കൊടുക്കുന്ന കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. അത് അവിടെ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ലാൽകുമാർ സാർ പറഞ്ഞതിന്റെ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ നേരത്തെ ഇതൊക്കെ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ടെല്ലാം വിമർശിച്ച് തള്ളിയതാണ്, പിന്നെ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ പറ്റിയൊക്കെ പറയുന്നു. ആ വിമർശിച്ച് തള്ളിയതിന്റെ ഫലമായിട്ടാണ് കേരളത്തിലെ CPM ഈ ഗതിയിലേക്ക് പോയത് എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥി കൂടിയായ അദ്ദേഹം ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. കേരളത്തിലെ CPM-ന്റെ LDF-ന്റെ അവസ്ഥ എവിടെ നിൽക്കുകയാണ്?
അങ്ങനെ അവസ്ഥ നിൽക്കുന്ന CPM ഈ പറയുന്ന CPI കാര്യം പറഞ്ഞല്ലോ. CPI പ്രതിപക്ഷ ഉപനേതാവിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ പോകുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് വരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തോൽവി ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ, കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിമർശിക്കുമ്പോൾ അതിനെ ഉൾക്കൊണ്ടതും തള്ളിക്കളഞ്ഞുമാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ തോൽവി ഏറ്റെടുക്കേണ്ടത് ആരായിരുന്നു? ആ തോൽവി ആ പറയുന്ന ആള് ഏറ്റെടുത്തോ എന്നുള്ളതും, ഈ പറയുന്ന KPCC പ്രസിഡന്റിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പറയുന്ന ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറിക്ക് ഉണ്ടായ, അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ മത്സരിച്ചെടുത്ത് പോലും തോൽക്കുന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ടായി. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായി നിൽക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ CPM അധപ്പതിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് വേണ്ടിയും ജില്ലാ സെക്രട്ടറിക്ക് വേണ്ടിയും കണ്ണൂരിൽ ഒക്കെ എത്ര ഫ്ലെക്സ് ബോർഡുകളാണ് ഉണ്ടായത്? ആ ഫ്ലെക്സ് ബോർഡുകൾ എടുത്തു മാറ്റുവാൻ തയ്യാറായിട്ട്, അല്ല അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ശബ്ദിക്കുവാനൊക്കെ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഇതിനെ ന്യായീകരിച്ച് പറയുകയല്ല. ഈ ചെയ്യുന്ന സ്നേഹപൂർവമായാലും നേതാക്കന്മാർക്കുള്ള ഇത് സ്നേഹപ്രകടനങ്ങളൊക്കെ ആണെങ്കിലും അതിനൊക്കെ അതിരുകൾ കടക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടായി പറയാനുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പുറത്തും നടക്കുന്നുണ്ട്. നമ്മൾ വിമർശിക്കുമ്പോ നമ്മൾ ഒരു കൈയുടെ വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ നമ്മുടെ നേർക്ക് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ CPM LDF. അതെ, അത് തീർച്ചയായും. കാരണം അതാണല്ലോ ഉൾപാർട്ടി ജനാധിപത്യവും അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ CPM-ന്. ഇപ്പോൾ താങ്കൾ നേരത്തെ ഭാര്യമാരെ കാര്യം പറഞ്ഞു. കോങ്ങാട് ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയായത്? കോങ്ങാട് ആരായിരുന്നു നിങ്ങളുടെ സ്ഥാനാർത്ഥി? PK ശ്രീകണ്ഠ MP-യുടെ ഭാര്യയാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ഒരു പ്രവർത്തകയെ ആ രീതിയിൽ നമ്മൾ വിലയിരുത്തരുത്. ഒരു പ്രവർത്തകയെ ഭർത്താവിനെയോ ഭാര്യയുടെ പേരിൽ വിലയിരുത്തരുത്. അതാണ് അതിനകത്ത് കാണേണ്ട മൂല്യവത്തായ രാഷ്ട്രീയം. ഇതൊന്നും കാണാതെ വിജയിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സാക്ഷാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ വലിച്ചീറുന്നതിലേക്ക് കോൺഗ്രസ്സുകാർ തന്നെ പോയത്. അല്ല, താങ്കൾ പറഞ്ഞു തന്നെ വയ്ക്കട്ടെ. അവിടെ അവിടുത്തെ കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി ജയിച്ചു വന്നിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖമായ ഒരു കഴിഞ്ഞ തവണ നിങ്ങൾക്ക് 40 സീറ്റല്ലേ ഉള്ളായിരുന്നു. അപ്പൊ എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം? ഞാൻ പറയാൻ അനുവദിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ മുഖമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെന്ന അഭിപ്രായം എന്തായാലും എനിക്കും സഹപാലിസ്റ്റിനും അങ്ങേക്കുമുള്ള ഇല്ലെന്ന തോന്നുന്നത്. അതെ, ആ രീതിയിലാണ് നിങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ KPCC പ്രസിഡന്റ് ആണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറയുന്നതും, ഈ കേരളത്തിലെ നേതാവ് KPCC പ്രസിഡന്റ് ആണ് പറയുന്നത്. ഇന്ന് KPCC പ്രസിഡന്റിനെ ദില്ലി ഹൗസിൽ തെറി കൊണ്ടുള്ള മുദ്രാവാക്യമാണ് വിളിച്ചത് ഇന്ന് പുലർച്ചെ. അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞല്ലോ, അതിരുവരമ്പുകൾ കടക്കുന്ന ഈ പറയുന്ന പ്രതിഷേധങ്ങൾ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് തോൽവിയെ പറ്റിയാണ്. ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ പോലും തോൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടെ വന്നു നിൽക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കുവാനും, അല്ലെങ്കിൽ അതിന് ആരാണ് കാരണക്കാർ എന്ന് പറയുവാനും, നമ്മളെ ഈ ഇത്രയും വലിയൊരു മാൻഡേറ്റ് കിട്ടിയിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന ചോദ്യത്തിനാണ് താങ്കൾ മറ്റൊരു രീതിയിലേക്ക് ദിശ മാറ്റുന്നത്. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ ഫലം വന്ന് നമ്മൾ ചർച്ച ചെയ്താണല്ലോ. ഞാൻ SK സജീഷിലേക്ക് പോകുന്നതിന് മുമ്പ് ലാൽകുമാർ എന്തോ കൈ ഉയർത്തി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന്. SK സജീഷിന് സമയമാണിത്. അല്ല, ഞാൻ അടുത്ത റൗണ്ടിൽ പറഞ്ഞോളാം. സജീഷ് SK സജീഷ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. SK സജീഷ്, അതായത് ഇത് ജനങ്ങൾ നൽകിയ വിജയമാണ്. ആ ജനങ്ങൾ നൽകിയ വിജയത്തിൻ്റെ ഉത്തരവാദിത്തത്തിനനുസരിച്ചാണ് നീങ്ങുന്നത്. ചിലർ വഴിവിട്ട് പോയിരിക്കാം, പക്ഷേ അങ്ങനെ വഴിവിട്ട് പോകുന്നതിനെ നേതൃത്വം തിരുത്തുന്നുണ്ട്. അതാണ് കാണുന്നത്. അതായത് നേരത്തെ അദ്ദേഹം പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം അതുതന്നെയാണ് ഇവിടെയും കോൺഗ്രസ് അനുവർത്തിക്കുന്നത്. നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ ചർച്ച. ഒരു കാര്യം, അവരങ്ങനെയെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്നേഹപ്രകടനവും സ്നേഹത്തല്ലുമെല്ലാമായിട്ടാണ് അവരിത്തരം കാര്യങ്ങളെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വാർത്തകൾ വന്നപ്പോൾ വരുന്ന കമൻറ്റുകൾ, കാലാവസ്ഥ മോശമായതിനാൽ ഇന്നത്തെ തെരച്ചിൽ നിർത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളാണ് സാധാരണ ജനങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്ന് അവർ പരിശോധിക്കേണ്ടതാണ്. അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അതിന് ഇപ്പുറത്ത് KPCC പ്രസിഡന്റിനെയും പാർട്ടി സെക്രട്ടറിയും എല്ലാം താരതമ്യം ചെയ്യാനെല്ലാം ശ്രമിക്കുകയാണ്. നിങ്ങളുടെ KPCC പ്രസിഡന്റ് സഹോദരൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് BJP-യിലേക്ക് പോയത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ടത്, രാജ്യത്ത് സംഘപരിവാരത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന 3 മുഖ്യമന്ത്രിമാർ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്.
അതിൽ ബംഗാളിൽ വ്യത്യസ്തമായ സമീപനമാണ്. നമുക്ക് കൂടുതൽ വിശ്വസനീയമായി കരുതാൻ കഴിയില്ലെങ്കിലും അവിടെ BJP അധികാരത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്ക് വന്നു. തമിഴ്നാട്ടിൽ മറ്റൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കേരളത്തിലും അതേപോലെ തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയും എല്ലാം ഇല്ലാതാക്കാനുള്ള പരിശ്രമം, ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ചേർന്നിട്ടുണ്ട്. നേരത്തെ ശ്രീ ലാൽകുമാർ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്. ഇവിടത്തേക്ക് മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ രാജസ്ഥാനിലെ സീറ്റ് ഉപേക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ ചേർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അവിടെ ഉപേക്ഷിക്കപ്പെട്ട രാജ്യസഭാ സീറ്റിൽ നിന്ന് എതിരില്ലാതെ പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ടയാൾ ഇന്ന് ഈ രാജ്യത്തിൻ്റെ മന്ത്രിയാണ്, നവനീത് സിംഗ് ബിട്ടു. അതായത് മോദിയുടെ മന്ത്രിസഭയിലേക്ക് ഒരാളെ കൊടുത്തിട്ടാണ് കേരളത്തിലേക്ക് വന്നത് എന്നെല്ലാം നമ്മൾ കാണുന്നു. ഇവർക്ക് അധികാരം നേടാൻ വേണ്ടി ഓരോ സമയത്തും ഓരോ വർത്തമാനം അവർ പറഞ്ഞുകൊണ്ടിരിക്കും. രാജ്യത്തെ ഫാസിസത്തെ തോൽപ്പിക്കാൻ വേണ്ടി അവർ ചിലപ്പോൾ MP-മാരായി പോകും. ഇവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരിച്ച് MLA-യും മന്ത്രിയുമെല്ലാം ആകണം, മുഖ്യമന്ത്രിയാവണം. ഈ തരത്തിലുള്ള സമീപനങ്ങളെല്ലാം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വലതുപക്ഷ ശക്തികളെ ആകെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനങ്ങൾ വെറും കാഴ്ചക്കാരായി നിൽക്കുകയാണ്. ജനങ്ങൾക്ക് മാത്രമാണോ? ഇവിടെ ഇപ്പോൾ മുസ്ലിം ലീഗിന് അഭിപ്രായം പറയാൻ അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് അഭിപ്രായം പറയണ്ട എന്നാണ് കോൺഗ്രസിൻ്റെ പ്രമുഖ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെന്ത് പറയുന്നു? ഇപ്പോൾ അഭിപ്രായം പറയാൻ വേണ്ടി പോലും കഴിയാത്തവരായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. അവരഭിപ്രായം പറയണ്ടേ? അവർക്ക് അതിലെന്താണ് അഭിപ്രായമെന്ന് ജനങ്ങൾക്ക് കേൾക്കണ്ടേ? മാധ്യമങ്ങൾ ആവോളം ഇവരെ വാരിപ്പുണർന്നവരാണല്ലോ. ഇപ്പോൾ കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവോളും വിശിഷ്യനാം ശിഷ്യനിൽ നിന്ന് താനീം എന്ന് പറഞ്ഞതുപോലെയുള്ള അവസ്ഥയായല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾക്ക്. ഇവർക്ക് വേണ്ടി മാത്രം ശബ്ദിച്ച മാധ്യമപ്രവർത്തകർക്ക് പോലും ഈ ഘട്ടത്തിൽ ഇവരുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റത്തിൽ നിന്ന് പ്രതികരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വിസ്മയത്തിൽ നമ്മൾ പലതും ഇനി കാണാനിരിക്കുന്നു. ഞങ്ങൾ അധികാരത്തിൽ, ജനങ്ങളുടെ ജനവിധി ഞങ്ങളത് മാനിക്കുന്നു. 10 വർഷമായി അധികാരത്തിലിരിക്കുന്നു. ആ 10 സാധാരണഗതിയിൽ 5 വർഷം കൂടുമ്പോൾ അധികാര മാറ്റം ഉണ്ടാകുന്ന കേരളത്തിൽ 10 വർഷം തുടർച്ചയായി അധികാരത്തിലിരിക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ ജനവിധിയെ ഞങ്ങൾ മാനിക്കുന്നു. ഇനിയും കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. കേരളത്തിന് വേണ്ടി നല്ലവണ്ണം പ്രവർത്തിച്ച ചരിത്രം ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും കേരളത്തിലുണ്ട്. അത് 56-ൽ കേരളം രൂപീകരിക്കുന്നത് മുതൽ ഈ കേരളത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ട് ആരംഭിച്ചതാണ്. അത് 57-ൽ തുടങ്ങുന്നു. ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത രീതിയിൽ ഭൂപരിഷ്കരണം ഉൾപ്പെടെ നടപ്പിലാക്കി, വിദ്യാഭ്യാസ അവകാശങ്ങൾ നടപ്പിലാക്കി, ഭൂമിയുടെയും അറിവിൻ്റെയും അവകാശികളായി മലയാളികളെ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെതായ തുടർ നേട്ടങ്ങൾ നിരവധിയായി വിവിധ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നേട്ടങ്ങളെല്ലാം തുടർന്നും കേരളത്തിൽ സംരക്ഷിച്ചു പോകാനുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും പുരോഗമനവാദികളായ മുഴുവൻ മനുഷ്യരും ഉണ്ടാകും. കേരളത്തിൻ്റെ പൊതുവായ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും. കേരളം ഒരിക്കലും പുറകോട്ടു പോകാൻ അനുവദിക്കാത്ത രീതിയിൽ, ശക്തമായ രീതിയിൽ കേരളത്തിൽ ഇടതുപക്ഷമുണ്ടാകും. അത് ഈ കേരളത്തിൻ്റെ കരുതലും കാവലുമാണ്. അത് അധികാരത്തിലിരുന്നുള്ള കരുതൽ മാത്രമല്ല, അധികാരത്തിന് പുറത്തും കരുതലും കാവലുമായി എക്കാലത്തും ഇടതുപക്ഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ തരത്തിലൊന്നും വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകാം എന്ന് കരുതേണ്ടതില്ല. ഞങ്ങൾ ജനങ്ങളോടൊപ്പം ചേർന്ന് തന്നെ പ്രവർത്തിക്കും. കേരളത്തിൻ്റെ ജനത ഇതെല്ലാം ഉൾക്കൊള്ളുന്നവരാണ്. നിങ്ങളുടെ ഈ ചക്രത്തി പോരാട്ടവും എങ്ങനെയാണ് കേരളത്തിലെ ജനത കാണുന്നത് എന്ന് വരും നാളുകൾ നമുക്കറിയാമല്ലോ. ജനാധിപത്യത്തിൽ ജനങ്ങൾ വെറും കാഴ്ചക്കാരാണ് എന്ന് നിങ്ങൾ കരുതരുത്. അത്ര മാത്രമേ ഞങ്ങൾക്ക് ഈ വേളയിൽ പറഞ്ഞു വെക്കാനുള്ളൂ. ശ്രീ ലാൽകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട ചില വശങ്ങൾ, ഇപ്പോൾ കേരളം എന്ന ആശയത്തെയും ഇന്ന് നിലനിൽക്കുന്ന കേരളത്തിലേക്കും ഇടതുപക്ഷം ചെയ്ത കോൺട്രിബ്യൂഷൻ അത് ജനങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ശ്രീ റിജിൻ ഉണ്ണിത്താൻ പറയുന്നത് ജയം കൊണ്ട് ഇതൊക്കെ അപ്രസക്തമാകുമെന്നാണ്. 102 സീറ്റ് കൊണ്ട് അപ്രസക്തമാകുന്നതാണോ ഈ കാര്യങ്ങൾ? നിങ്ങളൊക്കെ ഉയർത്തുന്ന ചോദ്യങ്ങൾ. അല്ല, റിജിൻ കോൺഗ്രസിൻ്റെ വക്താവ് എന്നുള്ള നിലയിൽ ഇന്നത്തെ ഒരു ദിവസത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയതിനകത്ത് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം വലിയ ചോദ്യമാണ്. നോക്കിവിടെ ഞാൻ 1-2 കാര്യങ്ങളുണ്ട്, വളരെ വിശദമായി തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പിടിയിൽപ്പെട്ടു എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുകയുണ്ടായി. അതൊരു വലിയ വിമർശനമായി തന്നെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. ആ വിമർശനം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ്സിന് മാൻഡേറ്റ് കൊടുത്തതെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാം. പക്ഷേ കുഴപ്പം, ഈ 102 സീറ്റ് കിട്ടിക്കഴിഞ്ഞും കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഏറ്റവും വലിയ വിമർശനം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം, കാരണം VD സതീശൻ ജമാഅത്തയുടെ പിടിയിലാണ്,
മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിടിയിലായതുകൊണ്ട് ഈ പറയുന്ന UDF-ൽ കോൺഗ്രസിനകത്തൊരു മുസ്ലിം മുഖമാകും. അതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ, പരമ്പരാഗതമായ ക്രിസ്ത്യൻ വോട്ടുകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് VD സതീശനെ മാറ്റി നിർത്തണം. ഇത് പറയുന്നതും ചെയ്യുന്നതും ഒക്കെ നിങ്ങളുടെ സൈബർ അണികളും ഈ പറയുന്ന KC വേണുഗോപാലിന് വേണ്ടി ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരുമാണ്. നമ്മളതിന് മുമ്പ് പറഞ്ഞു ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി സമരസപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് VD സതീശനുള്ളതെന്ന്. ആ VD സതീശനെ കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അതൊന്നും സംഭവിച്ചിട്ടില്ല, അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് 102 സീറ്റ് കിട്ടിയതാണെന്ന് വേണേൽ പറയാം. പക്ഷേ ആ 102 സീറ്റ് കിട്ടിക്കഴിഞ്ഞും കോൺഗ്രസിനുള്ളിലുള്ളവർ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തുപ്പുന്നു, അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിബിൾ വലിച്ചു കീറുന്നു, അദ്ദേഹത്തിനെ കോലം കത്തിച്ചില്ല എന്ന് തോന്നുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പം വിജയം എല്ലാത്തിനും ഒരു അവസാനമല്ല ഒന്നത്. അടുത്ത വന്നത് ഗോവിന്ദ മാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യമാണ്. നോക്കൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് സവിശേഷ CPIM-ൻ്റെ ഭാഗമായി വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വനിതയാണ് ശ്യാമള ടീച്ചർ. എനിക്ക് തോന്നുന്നു ഗോവിന്ദ മാസ്റ്ററിൻ്റെ അത്രയും തന്നെ അതോ അതിൽ കൂടുതലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടോ അവർക്ക് ബന്ധമുണ്ട്. ആ ബന്ധത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടൊന്നും അല്ലെങ്കിൽ ആ ബന്ധത്തെ തള്ളിക്കളയാൻ ആ പാർട്ടിക്ക് കഴിയില്ല. അവർ ഗോവിന്ദ മാസ്റ്ററിൻ്റെ ഭാര്യ ആയിപ്പോയതുകൊണ്ട് ഒരു സീറ്റ് കൊടുത്തതല്ല, അവർ PK ശ്യാമള ആയതുകൊണ്ട് സീറ്റ് കിട്ടിയതാണ്. അതിനകത്ത് ഈ പറയുന്ന ഗോവിന്ദ മാസ്റ്ററിൻ്റെ ഭാര്യ ആയിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു ന്യൂനതയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ വയലാർ രവിയുടെ ഭാര്യ മേഴ്സി രവി മത്സരിച്ചിട്ടില്ല. എത്ര പേരുടെ ഉദാഹരണം നമുക്ക് എടുത്ത് പറയാൻ പറ്റും? അവർക്ക് രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ പരിഗണിക്കും. ഇപ്പോൾ കോങ്ങാടിൻ്റെ കാര്യം സൂചിപ്പിച്ചല്ലോ, അവർക്ക് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അത് നമ്മൾ അതിനെ റദ്ദ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. അവരുടെ പ്രവർത്തനത്തെ നമ്മൾ മാനിക്കണം. ജയിച്ചോ തോറ്റോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരുമാതിരിപ്പെട്ടവർ നല്ല ശതമാനം പേര് തോറ്റുപോയില്ലേ? ആ തോറ്റുപോയവർക്കെല്ലാം നമുക്കിങ്ങനെ കണ്ടെത്താൻ പറ്റുമോ? അങ്ങനല്ല. വിജയവും തോൽവിക്കും ഒരു പ്രത്യേക ഒരു സവിശേഷ സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടതുകൊണ്ട് തോറ്റുപോയി. അതുകൊണ്ട് അവർക്ക് ഒരാളുടെ ഭാര്യയായിപ്പോയതുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാനും അതുവഴി ഒരു സീറ്റ് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതൊരു പാർട്ടിയിലും ഉണ്ടാകാൻ പാടില്ല. അടുത്ത് ഞാൻ വേറൊരു ഉദാഹരണം വെക്കാം. കോൺഗ്രസ് പാർട്ടിയിൽ വന്ന് ഒരു പ്രവർത്തന പരിചയവും ഇല്ലാത്ത സമയത്ത് എത്രയോ പ്രാവശ്യം മുരളീധരൻ സീറ്റ് വാങ്ങിച്ചു. KPCC പ്രസിഡന്റ് ആയിരുന്ന ഇപ്പം ഒരു മുന്നണിയുടെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ മുഖമാണ് പാർട്ടി സെക്രട്ടറി എങ്കിൽ ആ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, KPCC പ്രസിഡന്റ് ആയിരുന്ന ആളാണ് മുരളീധരൻ. മുരളീധരൻ KPCC പ്രസിഡന്റ് സ്ഥാനം വേണ്ടാന്ന് വെച്ച് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി പോയി വടക്കാഞ്ചേരി പോയി നിന്ന് തോറ്റുപോയില്ലേ? നമ്മൾ കണ്ടതല്ലേ? വടക്കാഞ്ചേരിയിലെ അന്ന് കോൺഗ്രസിൻ്റെ വടക്കാഞ്ചേരി ആയിരുന്ന സ്ഥലത്ത് തോറ്റുപോകും നമ്മൾ കണ്ടില്ലേ? അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ മുരളീധരൻ എന്ന് പറയുന്ന ആൾ ഈ രാഷ്ട്രീയ ഭൂമിയിൽ ഇല്ലാതായോ? അദ്ദേഹത്തിനെ നമുക്ക് പൂർണ്ണമായി റദ്ദ് ചെയ്ത് കളയാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അദ്ദേഹം കരുണാകരൻ്റെ പുത്രനാണ്. പക്ഷേ കരുണാകരൻ്റെ പുത്രന് മേളിൽ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ഐഡൻറ്റിറ്റി ഇന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ്. കരുണാകരൻ തോറ്റിട്ടില്ലേ? ഇന്ദിരാഗാന്ധി തോറ്റിട്ടില്ലേ? എത്രയോ പേര് ഈ നാട്ടിൽ തോറ്റിട്ടുണ്ട്. തോൽവി ഈ പറയുന്ന ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമ്മൾ നരേന്ദ്രമോദിയുടെ കീഴിൽ ഒരാൾ തോറ്റാൽ അതിന് ആ തോൽവിയിൽ തന്നെ സംശയം ആൾക്കാർ പ്രകടിപ്പിക്കുന്നു. പരക്കാല പ്രഭാകരനെ പോലുള്ള ആൾക്കാർ പറയുന്നു ഈ തോൽവി ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തതാകാൻ പോലും സാധ്യതയുണ്ടെന്ന് പറയുന്ന ഒരു കാലത്തിൽ നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് കൂടിയാണ് നമ്മൾ അങ്ങനെ അതെ കോൺഗ്രസ് 2014 കോൺഗ്രസിന് കിട്ടിയത് 40 സീറ്റാണ്. എന്നുവെച്ചാൽ ഈ കേരളത്തിൽ ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം UDF-ന് എത്ര കിട്ടിയോ അത്രയും സീറ്റ് ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് അവർക്കൊരു 4 സീറ്റാണ് കൂടുതൽ കിട്ടിയത്. അത് കഴിഞ്ഞ് ഈ പ്രാവശ്യം 100ലേക്ക് എത്തുന്നത് ഈ ലോകത്തുള്ള എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ, ബാക്കിയുള്ളവരുടെ, മുസ്ലിം ലീഗിൻ്റെ, DMK-യുടെ, സമാജ്വാദി പാർട്ടിയുടെ, TMC-യുടെ ഇവരുടെ എല്ലാം സപ്പോർട്ടോടുകൂടി സീറ്റുകൾ മേടിച്ച് 100 അക്കം എത്തിക്കഴിഞ്ഞപ്പം അവർക്ക് പ്രതിപക്ഷ നേതാവിനെ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ബാക്കിയുള്ളവരുടെ എല്ലാം ചെലവിൽ പ്രതിപക്ഷ നേതാവായ ആളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നെങ്കിൽ, ഈ പറയുന്ന മറ്റുള്ള ആൾക്കാരുടെ സഹായം ഇല്ലാതായിരുന്നു നിങ്ങൾ മത്സരിച്ചിരുന്നെങ്കിൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാകില്ല. കാര്യം കോൺസ്റ്റിറ്റ്യൂഷനലി പറയുന്ന അനുസരിച്ചുള്ള നിങ്ങൾക്ക് റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായിരുന്നു, കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നു. എന്തോ കേട്ടില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരം കേരളത്തിന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ കേട്ടില്ല. രാഹുൽ ഗാന്ധി മത്സരിച്ചതുകൊണ്ടല്ലേ ചിഹ്നം നഷ്ടപ്പെടാതെ നിന്നത്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു വിമർശനമാണത്. തമിഴ്നാട്ടിൽ CPIM ഇന്ത്യ മുന്നണിയോട് ചേർന്ന് മത്സരിക്കുന്നു. തമിഴ്നാട്ടിൽ ഞങ്ങൾ മത്സരിക്കുന്നത് DMK-യോട് ചേർന്നാണ്, കോൺഗ്രസിനോട് ചേർന്നല്ല. കോൺഗ്രസ് തന്നെ ചേർന്ന് നിൽക്കുന്നത് സ്റ്റാലിനോട് ചേർന്നാണ്, DMK-യോട് ചേർന്നാണ്. തെറ്റിദ്ധരിക്കരുത്.
ഞങ്ങൾ തമിഴ്നാട്ടിൽ നിങ്ങൾ കോൺഗ്രസിനോടൊപ്പം അല്ലേ? കോൺഗ്രസിനോടൊപ്പം അല്ല റെജിനെ, നിങ്ങൾ മനസ്സിലായി, നിങ്ങൾ തന്നെ ചാരി നിൽക്കുക. പിന്നെ നിങ്ങളെ ചാരി നിൽക്കേണ്ട കാര്യം എന്താ? ഞങ്ങൾക്കുള്ള ബന്ധം അതാ ഞങ്ങൾ പറഞ്ഞത്. അന്തസ്സോടുകൂടി കൃത്യമായി പറഞ്ഞു, DMK തോറ്റപ്പോഴും DMKയുടെ ഒപ്പമാണ്. അദ്ദേഹത്തിന് ഇപ്പൊ ഈ പ്രത്യേകിച്ച് സവിശേഷ സാഹചര്യത്തിൽ BJP അകറ്റി നിർത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യത്തിന് സ്റ്റാലിനോട് പോയി ചോദിച്ച് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഒരു തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ CPM എടുത്തത്. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേന് അവരെ എല്ലാം തള്ളിക്കളഞ്ഞ് പുറകിൽ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിൽ പുറകിൽ നിന്ന് കുത്തി എന്നാണ് DMKയുടെ അധ്യക്ഷൻ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിൻ പറഞ്ഞത്. അതിനൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മറുപടി ഉണ്ടോ? ശ്രീ റെജിൻ ഉണ്ണിത്താൻ, ഏറ്റവും പ്രധാനപ്പെട്ട ചില വശങ്ങളുള്ളത് ഈ ജയവും തോൽവിയും ഒന്നിൻ്റെയും അവസാനമല്ല. അഹങ്കരിച്ചാൽ മുഖം കരിയും. ഇതാണ് നാടൻ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ മൊഴിമാറ്റം. കാരണം കോൺഗ്രസിൻ്റെ രാജ്യത്തെ പശ്ചാത്തലം, തിരഞ്ഞെടുപ്പുകളുടെ കേരളത്തിൻ്റെ പശ്ചാത്തലം ഒക്കെ ആകെ വിവരിച്ച് തന്നെയാണ് ശ്രീ ലാൽകുമാർ അത് മുമ്പോട്ട് വെച്ചത്. അത് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം അഹങ്കരിച്ചതിന്റെ ഫലമായിട്ട് ഇപ്പോ എന്താ അവസ്ഥ CPM-ന്റെ എന്നുള്ളത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടായതുകൊണ്ട് ആ ഉദാഹരണം അദ്ദേഹം പറഞ്ഞത് ഞാൻ സ്വാഗതം ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ തോൽവിയും അങ്ങനെയാണെങ്കിൽ സ്വാഗതം ചെയ്യണ്ടേ? കോൺഗ്രസിന്റെ തോൽവിയും എന്ത് അഹങ്കാരം കാട്ടിയിട്ടാണ്? 40 സീറ്റിലേക്ക് നിങ്ങൾ ഒതുങ്ങി ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായില്ലേ കോൺഗ്രസിന്? അതെ, നമ്മള് ജനങ്ങളോട് കാണിക്കുന്ന പിന്നെ ഒരു വിശ്വാസതയുണ്ട്. ആ വിശ്വാസത കാത്തു സൂക്ഷിക്കാതെ വരുമ്പോൾ ഏത് സർക്കാരാണെങ്കിലും അത് താഴെ വീഴും, അടിതെറ്റി താഴെ വീഴും എന്നുള്ള ഉദാഹരണങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണല്ലോ CPM ഈ അവസ്ഥയിലേക്ക് ഇന്ന് കേരളത്തിൽ എത്തിച്ചേർന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സംഘപരിവാർ ശക്തികൾക്കെതിരെ പോരാടുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. PMC പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതിയെ ഈ പറയുന്ന അവരുടെ ഘടകകക്ഷികൾ പോലും അറിയാതെ പോയി ഒപ്പിട്ട് കൊടുത്ത കാര്യങ്ങൾ നമ്മൾ അശോക് ഗെഹ്ലോട്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു, ഒപ്പിട്ടു PM ശ്രീയിൽ. അത് ഓരോ സംസ്ഥാനത്തിനും കിട്ടേണ്ട അവകാശമാണ്. കർണാടകയിൽ ഇപ്പോഴും അത് ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നു സിദ്ധരാമയ്യ, DK ശിവകുമാർ സർക്കാർ. അതുകൊണ്ട് കേന്ദ്ര ഭാഗത്ത് ഇനിയും നുണകൾ പറയരുത്, റജിൻ. നുണകൾ പറയുന്നതല്ലോ, PM ശ്രീ എന്ന് പറയുന്നത് ആ പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പദ്ധതികൾ അത് വാങ്ങും. സമരം ചെയ്തത് അവരെ എന്താ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ലായിരുന്നോ ഈ പറയുന്ന രീതിയിലേക്ക്? കേരളത്തിലെ പ്രതിപക്ഷമല്ലല്ലോ സമരം. ഞാൻ ഇടതുപക്ഷത്തിന്റെയോ CPIM-ന്റെയോ വക്താവല്ല. ഞാൻ പറഞ്ഞത് വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ അശോക് ഗെഹ്ലോട്ടും സിദ്ധരാമയ്യയും DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയും ഒക്കെ ചേർന്ന് ഒപ്പിട്ടിട്ടുണ്ട് PM ശ്രീയിൽ. അപ്പോൾ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അർഹമായ അവകാശങ്ങളാണ്. അത് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കണം. അത് വാങ്ങിയെടുത്തില്ലെങ്കിൽ നമ്മൾ ശോഷിച്ചു പോകില്ലേ? കേന്ദ്രത്തിന് നാം കൊടുക്കുന്ന പണമല്ലേ അവർ തിരിച്ചിങ്ങോട്ട് തരുന്നത്? ഇതെന്തൊരു രാഷ്ട്രീയ ബോധമാണ് റജിൻ മുമ്പോട്ട് വെക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു നിങ്ങൾ, ശരിയാണ്. മുഖ്യമന്ത്രി ഈ പറയുന്ന കേരളമല്ലാതെ വേറെ ഏത് തെരഞ്ഞെടുപ്പിലാണ് ഈ പറയുന്ന BJP-ക്കെതിരെ സംസാരിക്കാൻ അല്ല പ്രചരണത്തിന് പോയിട്ടുള്ളത്? അത് പാർലമെന്റ് ഇലക്ഷൻ ആയാലും നിയമസഭാ ഇലക്ഷൻ ആയാലും ഏതെങ്കിലും ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ? ശരി, അത് ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ? ശ്രീ എസ് കെ സജീഷ്, അത് ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ എന്ന്? നിങ്ങൾ BJP-ക്കെതിരെ അടരാടിയത്, ഏതാണ്ട് 500ഓളം രക്തസാക്ഷികൾ ഉണ്ടായത് അടക്കം ഉള്ള നിങ്ങളോട് അവർ ചോദിക്കുന്നു എന്താണ് ആ പോരാട്ടം എന്ന്. അത് വിശദീകരിച്ച് നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യാം. ഏത് തെരഞ്ഞെടുപ്പിലാണ് പോയത് എന്നാണ് ചോദിച്ചത്. താങ്കൾ കേൾക്കാം സജീഷ്. കേൾക്കാമോ? കേൾക്കാം സജീഷ്. അല്ല, അവരിപ്പോഴും അങ്ങനെ തന്നെ വിവിധങ്ങളായ രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ രാജ്യത്ത് സംഘപരിവാരം തരക്ക് വില പറഞ്ഞ ഒരേ ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ, അത് സഖാവ് പിണറായി വിജയനാണ്. പിന്നെ നിങ്ങളെ ഇതൊന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 102 സീറ്റിൻ്റെ ഭൂരിപക്ഷം ലഭിച്ച് നിങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം മുമ്പ് നിങ്ങൾ 40-ൽ ഒതുങ്ങിയവരായിരുന്നല്ലോ. ആ സാഹചര്യം എന്തായിരുന്നു? ആ സാഹചര്യത്തെയും നിങ്ങൾ കാണേണ്ടതുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ കാലത്തും ഇങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കും പരാജയം ഉണ്ടായിട്ടുണ്ട്. പരാജയമെല്ലാം ഉണ്ടാകും. ആ പരാജയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇവിടെ ഇടതുപക്ഷം ഒരു സമരപക്ഷമാണ്. താങ്കൾ രാജ്യത്തെ കാര്യങ്ങൾ പറഞ്ഞല്ലോ.
രാജ്യത്തിപ്പോഴും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് ഇടതുപക്ഷം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മധ്യപ്രദേശിൽ ഇപ്പോൾ നടന്ന സമരമായാലും രാജ്യത്തുടനീളം വ്യാപിച്ച കർഷക സമരമായാലും സംഘപരിവാരത്തെ എത്രമാത്രം കർഷക സമരം ഉൾപ്പെടെ പ്രതിരോധിച്ചു എന്ന് നമുക്കറിയാമല്ലോ. കഴിഞ്ഞ ലോക്സഭയിലെ BJPയുടെ ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നഷ്ടമാകുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യത്തിലേക്ക് രാജ്യത്തെ മാറ്റിയത്. അതുപോലെ തന്നെ നിരവധിയായ തൊഴിലാളി സമരങ്ങൾ, ഇന്ത്യയിലെ സർവകലാശാലകളിൽ നടന്ന വിദ്യാർത്ഥി സമരങ്ങൾ, ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം സമരങ്ങളിലൂടെ ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എക്കാലത്തും ഇടതുപക്ഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങളെല്ലാം ശക്തമായി തുടരും. PMCയുടെ കാര്യമെല്ലാം ഇവിടെ സൂചിപ്പിച്ചു, അനേകം തവണ മറുപടി പറഞ്ഞതാണ്. നിങ്ങൾ ഏതായാലും ഇത്ര ആവേശത്തോടു കൂടി പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ ഭരിക്കുന്ന കർണാടകത്തിലും നിങ്ങൾ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം അത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പിൻവലിക്ക്. നിങ്ങൾക്ക് നുണ പറയാൻ നല്ലവണ്ണം കഴിയും. അതിനെ ആവോളം പ്രോത്സാഹിപ്പിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങളുണ്ട്. മാത്രവുമല്ല, നിങ്ങൾ വൻതോതിൽ പണമൊഴുക്കിക്കൊണ്ട് കേരളത്തിലെ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പുറത്തല്ലാതെ ഉള്ളിൽ നടത്തിയ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നടത്തിയ പ്രചരണങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഈ തെറ്റായ പ്രചരണങ്ങളെല്ലാം വരും കാലഘട്ടത്തിൽ ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്തിനാണ് ശ്രീ VD സതീശൻ ഉപയോഗിച്ച് പോയത് എന്നും അങ്ങനെ പോയി കണ്ടത് AICC പ്രസിഡന്റിനെ അല്ല എന്നും അദാനിയുടെ പ്രസിഡന്റിനെയാണ് എന്നും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ ഇവരാരിലുമായിട്ടാണ് ബന്ധമുണ്ടാക്കുന്നത്, എന്തെല്ലാം രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ആരുടെ പണമെല്ലാം സ്വീകരിക്കുന്നു, എങ്ങനെയാണ് ഇനി ഇവർ മുന്നോട്ട് പോകാൻ വേണ്ടി പോകുന്നത് എന്നെല്ലാം നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ ഇവർ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ നിങ്ങൾ കുഞ്ഞനം കുത്തരുത്, നിങ്ങൾക്ക് അധികാരം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ അധികാരം സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ സമരം നടത്തുകയാണോ? ജനങ്ങളോടാണോ നിങ്ങളുടെ സമരം? ശരി, സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇടപെടുകയാണ്. എന്തായിരുന്നാലും BJP സഖ്യകക്ഷി നേതാവിനെയാണ് VD സതീശൻ കാണാൻ പോയത് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ. അതുകൂടിയുണ്ട് അദാനിക്കൊപ്പം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം വശങ്ങൾ മുമ്പോട്ട് വെക്കുകയാണ്. എന്തായാലും 102 സീറ്റ് ലഭിച്ചിട്ടും കോൺഗ്രസ് എന്തുകൊണ്ട് ഇങ്ങനെ ആടി ഉലയുന്നു? എന്താണ് ഈ വിസ്മയ ലഹളകൾ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന അപഹാസ്യ ചിത്രം കോൺഗ്രസിൻ്റെതെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ടോ? ഈ ചോദ്യങ്ങളാണ് അത് ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് പൂർണ്ണമാകുന്നു.